ഹേ എവ്രി വൺ, നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഉമ്മൻ്റെ സ്പെഷ്യൽ ചിക്ക് പീസ് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ചിക്ക് പീസാണ് കേട്ടോ. നല്ലപോലെ വാഷ് ചെയ്തിട്ട് കുക്കറിൽ ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ആഡ് ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കടല നല്ലപോലെ ഒന്ന് കുക്കായി വരണം കേട്ടോ. കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. കടല നല്ലപോലെ കുക്കായി വന്നു കഴിഞ്ഞാൽ വേറൊരു പാൻ ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സ്പൈസസും അതേപോലെ തന്നെ വെജീസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ചെറിയ പീസ് സിനമൺ സ്റ്റിക്കും ഒരു 2-3 ക്ലോവ്സുമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകവും ആഡ് ചെയ്ത് അത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അനിയൻസ്, ജിഞ്ചർ, ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതിൽ സിനമൺ സ്റ്റിക്സും അതേപോലെ തന്നെ ക്ലോവ്സും ഒന്ന് എടുത്ത് മാറ്റി ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ആ വെജിറ്റബിളിൻ്റെ മിക്സ് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് കസൂരി മേത്തിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്ക് പീസ് കറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.